നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കാർഗിൽ വിജയത്തിന്റെ 27ാം വാർഷികത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച പ്രിയ സൈനികരുടെ ധീരജവാന്മാരുടെ ഓർമ്മയിൽ പ്രണാമമർപ്പിച്ച് ഇന്നത്തെ വാർത്താ ദിവസത്തിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യയിൽ ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കം. 13 ദിവസത്തിനു ശേഷം സംഘർഷത്തിന് താൽക്കാലിക വിരാമമെന്ന് സൂചന. ഇറാന് നേരെ ആക്രമണമില്ല. ഒമാൻ ഇറാൻ ചർച്ചകളിൽ പുരോഗതി. അമേരിക്കയുടെ 11 പോർ വിമാനങ്ങൾ തകർത്തുവെന്നും 200 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നും IRGC. മുപ്പത്തിയഞ്ച് ദിവസമായി തുടർന്ന സമരം അവസാനിച്ചതോടെ ജന്തർ മന്ദിർ വേദിയൊഴിഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി. ആവശ്യങ്ങളിൽ തുടർ ചർച്ചകളിലേക്ക് ഉറ്റുനോക്കി BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ. ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികം. രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ഓർമ്മയിൽ രാജ്യം. വിജയാഘോഷ ചടങ്ങുകൾ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥി. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. സംസ്ഥാനത്ത് വീണ്ടും പകർച്ചപ്പനി കേസുകൾ ഏറുന്നു. എലിപ്പനി ബാധിച്ച് 2 മരണം, 86 ഡെങ്കി കേസുകൾ. ആശങ്കയേറ്റി ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നു. ജില്ലയിൽ ഈ വർഷം രോഗബാധ 277 പേർക്ക്. നിർണായക തീരുമാനങ്ങൾക്കായി UDF ഏകോപന സമിതി യോഗം വ്യാഴാഴ്ച. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വയ്പ് മുഖ്യ അജണ്ട. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള അനുമതിയും PM ശ്രീ പദ്ധതിയുടെ ഭാവിയും പ്രധാന ചർച്ചയ്ക്ക്. കോമൺവെൽത്ത് 3ാം ദിനം ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു, ഋഷികാന്ത സിംഗ്, M രാജ എന്നിവർ ഇന്നിറങ്ങും. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്കിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് ഇന്ന് മത്സരങ്ങൾ. കഴിഞ്ഞ 35 ദിവസമായി തുടർന്നിരുന്ന സമരം അവസാനിപ്പിച്ചതോടെ ജന്തർ മന്ദിറിലെ വേദിയൊഴിഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അംഗീകരിച്ചതോടെ സമരം പിൻവലിച്ച CJP മുൻപോട്ട് വച്ച മറ്റു ചില ആവശ്യങ്ങളിൽ സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. പാക് സൈന്യത്തെയും തീവ്രവാദികളെയും കീഴടക്കി ടൈഗർ ഹിൽസിൽ ത്രിവർണ്ണ പതാക നാട്ടിയ വീരപോരാട്ടത്തിന് ഇന്ന് 26 വയസ്സ്. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ഓർമ്മയിലാണ് രാജ്യം. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ 2 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ദ്രാസിൽ എത്തിയിട്ടുണ്ട്. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബത്തെ ചടങ്ങിൽ ആദരിക്കും. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ അചഞ്ചലമായ ധൈര്യത്തെയും ത്യാഗത്തെയും ആദരിക്കുന്ന ദിവസം. ധീരജവാന്മാരുടെ ഓർമ്മയിലാണ് ഇന്ന് രാജ്യം. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെയും ത്യാഗത്തെയും ആദരിക്കുന്ന ദിവസമാണ് ജൂലൈ 26. അതിർത്തി കടന്നെത്തി ഇന്ത്യൻ മണ്ണ് പിടിച്ചടക്കാൻ ശ്രമിച്ച ശത്രു സൈന്യത്തെ തുരത്തി നേടിയ ഐതിഹാസിക വിജയം. നുഴഞ്ഞുകയറ്റക്കാർക്ക് പുറമെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും പോലും നമുക്കെതിരെ നിന്ന യുദ്ധത്തിൽ ആത്മവിശ്വാസവും ധീരതയും കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം പോരാടിയത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം അതിർത്തികൾ ഏറെക്കുറെ ശാന്തമായിരുന്നു. എങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ തുടർന്നിരുന്നു. സമീപത്തെ പർവ്വതനിരകളിൽ സൈനിക ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ച് സിയാച്ചിൻ ഹിമാനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. 1990 സ്ഥിതിഗതികൾ ആകെ മാറി. കശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ സംഘർഷങ്ങളും വർദ്ധിച്ചു. അതിലധികവും പാകിസ്ഥാന്റെ പിന്തുണയോടെയായിരുന്നു. 1998 ഇരു രാജ്യങ്ങളും ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. സംഘർഷം ലഘൂകരിക്കുന്നതിനായി 1999 ഫെബ്രുവരിയിൽ ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു.
കശ്മീർ സംഘർഷത്തിന് സമാധാനപരവും ഉഭയകക്ഷിപരവുമായ പരിഹാരം തേടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. എന്നാൽ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് 1998-99 ശൈത്യകാലത്ത് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി. സൈന്യത്തിലെ ഒരു വിഭാഗത്തിന് പാകിസ്ഥാൻ നേരത്തെ തന്നെ രഹസ്യമായി പരിശീലനം നൽകിയിരുന്നു. ഓപ്പറേഷൻ ബദർ എന്ന പേരിലായിരുന്നു പാക് സൈന്യത്തിന്റെ നുഴഞ്ഞുകയറ്റം. കൊടും ശൈത്യത്തെ തുടർന്ന് ഇന്ത്യ സൈനികരെ പിൻവലിച്ച തക്കത്തിലാണ് പാകിസ്ഥാൻ ചതിപ്രയോഗം നടത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 വരെ അടി ഉയരത്തിലുള്ള കാർഗിൽ മലനിരകളിലെ പ്രധാന ഇടങ്ങളിലെല്ലാം നുഴഞ്ഞുകയറ്റക്കാർ നിലയുറപ്പിച്ചു. ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയ്ക്ക് അഭിമുഖമായ പ്രദേശത്താണ് വലിയ നുഴഞ്ഞുകയറ്റമുണ്ടായത്. പ്രദേശത്തെ സൈനിക സിവിലിയൻ നീക്കങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കുകയായിരുന്നു പാക് ലക്ഷ്യം. നുഴഞ്ഞുകയറ്റക്കാർ തീവ്രവാദികളോ തീവ്ര അജണ്ടയുള്ള ജിഹാദികളോ ആണെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ആക്രമണങ്ങൾ കടുത്തതോടെയാണ് വളരെ ആസൂത്രിതമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സൈന്യത്തിന് ബോധ്യമായത്. ഇതോടെ തിരിച്ചടിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകി. 1999 മെയ് 8 യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ വ്യോമ, കര, നാവികസേനകൾ ഒത്തുചേർന്ന് തീർത്ത പ്രതിരോധത്തിന് മുന്നിൽ പാക് സൈന്യം മുട്ടുമടക്കി. ഓപ്പറേഷൻ സഫേദ് സാഹർ എന്ന പേരിൽ വ്യോമസേനയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ കരസേനയും പോരാട്ടങ്ങൾ ഏകോപിപ്പിച്ചു. മലനിരകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യം വ്യോമസേനയ്ക്ക് മുന്നിൽ അടിപതറി. നാവികസേന പാക് തുറമുഖങ്ങൾ ഉപരോധിച്ചതോടെ അവർ കൂടുതൽ പ്രതിരോധത്തിലായി. പാകിസ്ഥാൻ കൈയടക്കിയ പ്രദേശത്തു നിന്ന് അവരെ ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമായി 12 മണിക്കൂറിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ അതിനിർണായകമായ ടൈഗർ ഹിൽസ് ഇന്ത്യ തിരിച്ചുപിടിച്ചു. മികവുറ്റ സൈനിക തന്ത്രങ്ങൾക്കും ശക്തമായ സായുധ നീക്കങ്ങൾക്കും പിന്നാലെ നാം വിജയത്തിലേക്കെത്തി. തുടർന്ന് ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ഇരുവശത്തും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് യുദ്ധം അവസാനിച്ചത്. 2 രാജ്യങ്ങൾക്കും നിരവധി സൈനികരുടെ ജീവൻ നഷ്ടമായി. ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തെ ആദരിക്കുന്നതിനായി വിജയപ്രഖ്യാപനം വന്ന ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായി ആഘോഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 2 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. 86 ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AT അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വതി, ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടാണ്. പനി പടർന്നു പിടിക്കുന്നു, 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? അശ്വതി, ഇന്നലത്തെ റിപ്പോർട്ട്, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്നലെയാണ്. അതിൽ 11,232 പനി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഡെങ്കുവും അതുപോലെ തന്നെ എലിപ്പനിയുമാണ്. 86 കേസുകളാണ് ഡെങ്കു. ഇന്നലത്തെ കണക്കനുസരിച്ച് 86 കേസുകളാണ് ഉള്ളത്. അതിൽ ഒരു മരണം ഡെങ്കിപ്പനി മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് തൃശ്ശൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്. 22-ാം തീയതി സംഭവിച്ച മരണമാണ് ഡെങ്കിപ്പനി മൂലമാണ് എന്നൊരു സ്ഥിരീകരണം ഇന്നലെ വന്നിരിക്കുന്നത്. എലിപ്പനി 23 പേർക്കാണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ എലിപ്പനി ബാധിച്ചിരിക്കുന്നത്. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 2 മരണങ്ങൾ ഈ എലിപ്പനി ബാധ മൂലമാണോ എന്നൊരു സംശയത്തിലാണ്. അതിൻ്റെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 15 പേർക്കാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് മലേറിയ ബാധിച്ചിട്ടുള്ളത്. ഷിഗല്ലയും 4 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ 2, കണ്ണൂരിൽ 2 എന്നിങ്ങനെയാണ്. ഇന്നലത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട് മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് 2,523 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് 1,216 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരും 1,031 കേസുകൾ എന്നിങ്ങനെയാണ്. ഈ മേഖലകളിലാണ് വലിയ തോതിൽ പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിക്ക ആശുപത്രികളിലും, പ്രത്യേകിച്ച് ജില്ലാ താലൂക്ക് ആശുപത്രികളിലൊക്കെ വലിയ രീതിയിൽ തിരക്കാണ്. പല ആശുപത്രികളും, മെഡിക്കൽ കോളേജ് അടക്കമുള്ള പലയിടങ്ങളിലും ഈ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് ഉണ്ട്. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പലയിടത്തും കുറവാണെന്നുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിൽ ഈ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി തുടങ്ങിയവ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിലുള്ള മുൻകരുതലുകളും മറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഈ കൊതുക് നിവാരണം അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പനിബാധ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ട്. ചില ഇടങ്ങളിലൊക്കെയെങ്കിലും അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല ഇത്
മരണത്തിന് കാരണമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലത്തെ ഒരു കേസ് മാത്രം, അത് പലതും 22ാം റിപ്പോർട്ട് ചെയ്ത പല കേസുകളും ഇന്നലെയാണ് സ്ഥിരീകരിക്കുന്നത്. അത് എലിപ്പനി മൂലമാണ് അല്ലെങ്കിൽ ഡെങ്കി മൂലമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പലരും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അത് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. ഏതായാലും ഈ എലിപ്പനി അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഇതാണ് വലിയ തോതിൽ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ശരി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. എലിപ്പനി ബാധിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 86 കേസുകളാണ് ഡെങ്കിപ്പനി ബാധിച്ച് റിപ്പോർട്ട് ചെയ്തത്. ടി അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്ക ഉയർത്തുന്നു. കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഈ വർഷം 277 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇടുക്കി ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടർന്നു പിടിക്കുന്നത്. ഈ വർഷം ഇതുവരെ 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്ന് പോയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിട നശീകരണ സോഷ്യലൈസേഷൻ നടത്തി. അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൂ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തോടെ IRS നടത്തി. അതുപോലെ അതിൻ്റെ കൂടെ ആ രോഗിയുടെ കൂടെ താമസിച്ചിരുന്ന 4 മുറികളിലായിട്ട് 5-8 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് സ്മിയർ, അവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് സ്മിയർ എടുത്തു. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ പണിക്കെത്തുന്ന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗപരിശോധനയ്ക്കോ ചികിത്സ നൽകുന്നതിനോ പലപ്പോഴും കഴിയാറില്ല. മലേറിയയ്ക്ക് പുറമെ മന്ത് പോലെയുള്ള രോഗങ്ങളും അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുമ്പോൾ തന്നെ രോഗപരിശോധന കർശനമാക്കിയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ഒരു വകുപ്പിനുമില്ല. ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഇതുതന്നെയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം കാത്തിരിക്കുന്നത് നിർണായക വിഷയങ്ങളാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വയ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള അനുമതിയും PM ശ്രീ പദ്ധതിയുടെ ഭാവിയും പ്രധാന ചർച്ചാ വിഷയമാണ്. വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിലാണ് യോഗം ചേരുന്നത്. രജിത് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജിത് കുമാർ, ഈ UDFന്റെ ഏകോപന സമിതി യോഗത്തിനായി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ പ്രധാന കാര്യങ്ങളാകും ഈ യോഗത്തിൽ ചർച്ചയാവുക? അശ്വതി, നേതാക്കൾക്കിടയിലും അതുപോലെ തന്നെ മുന്നണിക്കിടയിലും ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് UDF യോഗം ചേരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. സർക്കാരിനെ വലയ്ക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ വന്നപ്പോഴും UDF യോഗം ചേർന്ന് തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം വ്യാഴാഴ്ച UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ UDF യോഗത്തിൽ നിർണായക കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയ്ക്കുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനം. സർക്കാർ രൂപീകരണത്തിന് ശേഷമാണ് ഒരു UDF യോഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വെപ്പടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമായ ചർച്ചാ വിഷയമാകും. അതിൽ തന്നെ സർക്കാർ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ആർക്കൊക്കെ ഏതൊക്കെ ബോർഡുകൾ സംബന്ധിച്ചുള്ള വീതം വെപ്പുകളുടെ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങൾ ആർക്കൊക്കെ നൽകും എന്നത് സംബന്ധിച്ചൊരു പ്രധാന കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് മുൻ 10 വർഷത്തിന് ശേഷം ഒരു വലിയ വിജയം നേടിയിരിക്കുകയും കൂടുതൽ സീറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ സ്ഥാനങ്ങൾ ലഭിക്കും എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF യോഗം ചർച്ച ചെയ്യാനുള്ളത് തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി UDF യോഗത്തിൽ തീരുമാനമെടുക്കും. UDF ചേർന്ന് തീരുമാനമെടുക്കും എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അടുത്ത ദിവസം ചേരുന്ന UDF യോഗത്തിൽ ഇതൊരു നിർണായക വിഷയമാണ്. ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും പോവുക എന്നതും ആളുകൾ നോക്കി ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇക്കാര്യത്തിൽ എന്താണ് മന്ത്രിമാരുടെ അഭിപ്രായമടക്കം ഇക്കാര്യത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആരൊക്കെ ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നതാണ് ഇനി കാണാനുള്ളത്. എന്നാൽ സർക്കാരിന് തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDFൽ അംഗീകാരം ലഭിക്കുമോ
എന്ന കാര്യം കൂടി നോക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനവും നേരത്തെ തന്നെ മുൻ സർക്കാരിനെ പഴിച്ചുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് സർക്കാർ തന്നെ പലപ്പോഴായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ UDF യോഗം എന്ത് തീരുമാനത്തിലേക്ക് പോകും എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് UDF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോരുന്നത് നടപ്പാക്കാൻ പാടില്ല എന്ന തീരുമാനമായിരുന്നു. എന്നാൽ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് വീണ്ടും ഇത് പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വിശദമാക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ UDF എന്താണ് തീരുമാനമെടുക്കുക എന്നതും ഏറെ വീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് വരാൻ പോകുന്ന UDF യോഗത്തിൽ ചർച്ചയാകുന്നതും. വളരെ വേഗത്തിൽ തന്നെ സർക്കാർ പല സന്ദർഭങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സമയത്ത് UDF യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകണം, UDF-ൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം UDF നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ UDF യോഗം ചേരണമെന്ന ആവശ്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ കൂടി അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിയുടെ കൂടി നേതൃത്വത്തിൽ UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരി, എന്തായാലും സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം കാത്തിരിക്കുകയാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വയ്പ് അടക്കമുള്ള പ്രധാന കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട്. രജത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാപക അഴിമതിയെ തുടർന്ന് മിൽമ തിരുവനന്തപുരം മേഖല യൂണിയൻ പിരിച്ചുവിട്ട് സർക്കാർ. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് തുടരുന്നത്. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് പിരിച്ചുവിട്ടത്. മിൽമ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പിരിച്ചുവിടൽ. യൂണിയൻ പിരിച്ചുവിട്ടത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. വിദ്യാ ബാലകൃഷ്ണൻ MLA-ക്ക് മന്ത്രി പദവി വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ നീക്കം നടത്തിയ കേസിലെ പ്രതികളെ ഇന്ന് കോഴിക്കോടെത്തിക്കും. ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരാണ് തട്ടിപ്പ് കേസിൽ പിടിയിലായത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വിദ്യയ്ക്ക് പുറമെ MP-മാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കും സമാന രീതിയിലുള്ള കോളുകൾ കിട്ടിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ രാജ്കുമാറിന്റെ പരാതിയിൽ 3 സംഭവങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക വിരാമമെന്ന് സൂചന. തുടർച്ചയായ 13 ദിവസത്തെ ആക്രമണത്തിനു ശേഷം കൂടുതൽ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച അനുമതി നൽകിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോരാട്ടം കടുപ്പിക്കാതെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് വിവരം. ചെങ്കടലിൽ പുതിയ പോർമുഖം തുറക്കുമ്പോഴും ഇറാനുമേൽ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചാണ് അമേരിക്ക നയതന്ത്ര ചർച്ചകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനിടെ അമേരിക്കയുടെ 11 പോർ വിമാനങ്ങൾ തകർത്തു ഇറാൻ 200 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നും IRGC അവകാശപ്പെട്ടു. ആക്രമണങ്ങൾക്ക് പിന്തുണ തുടർന്നാൽ ബ്രിട്ടനെയും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ സംഘം ടെഹ്റാനിലെത്തി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ഈ ആഴ്ച തന്നെ കരാറുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജർമ്മനിയിലെ ബെർലിൻ പ്രൈഡ് റാലിക്കിടെ വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകയറി. ഒരാൾ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആകെ 17 പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിന് ശേഷം വാഹനം ഓടിച്ചയാൾ ഓടി രക്ഷപ്പെട്ടതായും ഇയാൾക്കായി തിരച്ചിലോചിതമാക്കിയതായും ബെർലിൻ പോലീസും അറിയിച്ചു. ടിയർ ഗാർഡൻ പാർക്കിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയായിരുന്നു. ജനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം പാർക്കിലെ ഒരു മരത്തിലിടിച്ചാണ് നിന്നത്. പിന്നീട് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ LGBTQ പരേഡുകളിൽ ഒന്നായ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയത്. കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ താൽക്കാലിക ജീവനക്കാർ നടത്തിയത് 1 കോടിയോളം രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതേ തുടർന്ന് 2 കരാർ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കട്ടപ്പനയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആഭ്യന്തര ഓഡിറ്റിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് BRC പ്രോഗ്രാം കോർഡിനേറ്ററുടെ പരാതിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അശോക് V. ജോസഫ്, MIC കോർഡിനേറ്റർ അഞ്ജലി ദാസ് എന്നിവരെ പുറത്താക്കുകയും തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 1 കോടിയോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 2022 ഏപ്രിൽ 1 മുതൽ ഈ വർഷം ജൂൺ 30 വരെയുള്ള കാലയളവിൽ BRC-യിലേക്ക് വന്ന 1 കോടിയോളം രൂപ ഇരുവരും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പരാതി. ഇപ്പോൾ പോലീസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇത് കേവലം 2 കരാർ ജീവനക്കാർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതരാരൊക്കെ ഉണ്ടോ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വിശദമായ ഓഡിറ്റിംഗിലാണ് 1 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 4 വർഷത്തിനിടയിലാണ് ഇത്രയും തുക 2 താൽക്കാലിക ജീവനക്കാർ
തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടും ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ബ്ലോക്ക് റിസർച്ച് സെന്റർ അധികൃതർ തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, ഇടുക്കി. അപകടത്തുരുത്തായി മഞ്ചേശ്വരം കുമ്പള സീതാംകോളി റോഡിലെ ഭാസ്കര നഗർ. വീതിയേറിയ KSTP റോഡിലെ എസ് വളവിലെ തുടർച്ചയായ വാഹനാപകടങ്ങൾ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. റോഡ് വികസനത്തിന് ശേഷം 10ഓളം അപകടങ്ങൾ നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. KSTP റോഡിൽ കുമ്പള സീതാങ്കോളി റൂട്ടിൽ ഭാസ്കര നഗറിലാണ് തുടർച്ചയായ വാഹനാപകടങ്ങൾ നടക്കുന്നത്. റോഡ് വികസനം നടപ്പാക്കിയ ശേഷം പ്രദേശത്ത് നിരവധി കാറുകൾ അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ച നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ കാറാണ് വഴിയരികിൽ കിടക്കുന്നത്. നേർരേഖയിൽ വരുന്ന പാതയിൽ ഭാസ്കര നഗറിലുള്ള എസ് വളവാണ് നിയന്ത്രണം വിട്ടുള്ള അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വാഹനം വേഗത്തിൽ ഓടിച്ചു വരുന്ന ഡ്രൈവർക്ക് റോഡിലുള്ള വളവ് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. കുറേ വണ്ടി അങ്ങനെ വരുമ്പോൾ അവിടെ ആ തോട്ടിലേക്ക് പോകും, ഇങ്ങനെ വന്നാൽ ഇവിടെ ഏതെങ്കിലും സൈഡിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഇടിച്ച് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ കുറേ കുട്ടികളും മുതിർന്നവരൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത്ര സ്പീഡാണ് വണ്ടി വരുന്നത്. തോടരികിലായി സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ച തൂണുകളടക്കം വാഹനമിടിച്ച് തകർന്ന നിലയിലാണ്. 10ഓളം അപകടങ്ങൾ ഒരേ സ്ഥലത്ത് തുടർച്ചയായി സംഭവിച്ചതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. നിരന്തരമായിട്ട് രാവിലെ ഇന്നില്ല, രാത്രി ഇന്നില്ല, ഉച്ചക്ക് ഇന്നില്ല, സതതമായിട്ട് ഏത് സമയത്തിലും നമ്മ ഒരു അപകടത്തിനെയാണ് കണ്ടുകൊണ്ട് പോകുന്നത്. കുറേ ജീവനുകൾ ഈ റോഡിൽ ആക്സിഡൻറ്റ് മൂലം ജീവൻ നഷ്ടപ്പെട്ടു. ഏത് സമയത്ത് നല്ലൊരു അലർട്ടായിട്ട് ഇരിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഏടെ വണ്ടി അപകടം വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്ക് പേടി തന്നെ. ആൾക്കാർ വേണം എന്തായാലും സഹായിക്കാനോ എന്തായാലും ഇതൊന്നും നേരാക്കിയിട്ട് കൊടുക്കണോ. KSTP പാതയിൽ ബാരിക്കേഡ് വെച്ച് വേഗത നിയന്ത്രിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. റോഡിലെ വളവ് കാരണം നിയന്ത്രണം വിട്ട കാർ സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയതടക്കം നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. അപകടങ്ങൾ നടന്ന് ജീവനുകൾ പൊലിയുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തത് മുന്നിൽ കണ്ട് അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം കോട്ടയം CMS കോളേജിൽ നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി ഇനി ഉണ്ടാകില്ലെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്നും സംസ്ഥാനത്തൊട്ടാകെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500-ലധികമുള്ള തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് പൊതുജനാഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായാണ് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കോട്ടയം ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി കോട്ടയം CMS കോളേജിൽ നടന്നു. ചികിത്സയും മരുന്നും കട്ടിലും കിടക്കയും ആശുപത്രിയിൽ എത്തുന്ന രോഗിയുടെ അവകാശമാണെന്നും രോഗികളെ നിലത്ത് കിടത്തുന്ന പ്രാകൃത രീതി ഒഴിവാക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി ഉടൻ അവസാനിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ നിലത്ത് കിടത്തുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ നിലത്ത് കിടത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഉടൻ തന്നെ DME അവിടെ ഇടപെട്ട് ആ രോഗികളെ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിലത്ത് രോഗികളെ കിടത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം ജില്ല മാറുക. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകും. സർക്കാർ ആശുപത്രികളിൽ 17 കോടിയോളം രൂപ ചെലവിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തും. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്തുകയുള്ളൂ. ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തൊട്ടാകെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CMS കോളേജിൽ നടന്ന ജനസമ്പർക്ക പരിപാടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി മോൻസ് ജോസഫ്, MP-മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, ജില്ലയിൽ നിന്നുള്ള MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, സർക്കാർ ആശുപത്രികളിലെ മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രത്യേക യോഗം സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.
കൗതുക കാഴ്ചയൊരുക്കിയ വീട്ടിൽ ചെടികളുടെ വ്യത്യസ്ത ഉദ്യാനം തീർത്ത് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി ജോർജ് ജോസഫ്. 1000-ലധികം ചെടികളാണ് ജോർജിന്റെ വീടിന് ചുറ്റുമുള്ളത്. ഇന്തോനേഷ്യ ജന്മദേശമായ ചെടികളും ഇവിടുത്തെ താരങ്ങളാണ്. പൂക്കളെ പോലെ തന്നെ സൗന്ദര്യമുണ്ട് ഇലകൾക്കും, അല്ലേ? ഇപ്പോൾ വീടിന് ചുറ്റും ഇലച്ചെടികളുടെ ശേഖരം തീർത്ത ജോർജ് ജോസഫിനെ നമുക്ക് പരിചയപ്പെടാം. SBI ബാങ്കിൽ നിന്ന് റിട്ടയറായ മലാപ്പറമ്പ് സ്വദേശി ജോർജ് ജോസഫ് വിശ്രമ ജീവിതത്തിലാണ് ചെടി വളർത്തലിൽ സജീവമാകുന്നത്. എങ്കിലും നീണ്ട 35 വർഷത്തിന്റെ പ്രയത്നമുണ്ട് ഈ അപൂർവ ശേഖരത്തിന് പിന്നിൽ. ഇലച്ചെടികളിൽ പ്രധാനികളായ അംഗ്ലോണിമ, ഡിഫൻബാക്കിയ എന്നിവയൊക്കെയാണ് ഉദ്യാനത്തിലെ മിന്നും താരങ്ങൾ. അംഗ്ലോണിമ റൊട്ടൻഡത്തിന്റെ 150 വെറൈറ്റികളാണ് ഇവിടെയുള്ളത്. തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാത്തിയുടെ 100-ലധികം വെറൈറ്റികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സിയാം തൂളിപ്പ് മറ്റൊരു കൗതുക കാഴ്ചയാണ്. ഇങ്ങനെ 1000-ലധികം ഇലച്ചെടികളാണ് ജോർജ് പരിപാലിച്ചു വരുന്നത്. ഞാൻ ഇലച്ചെടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 30-35 വർഷത്തിലധികമായിട്ടുണ്ടാവും. അന്ന് ഇലച്ചെടി മാത്രമായിരുന്നില്ല, അന്ന് എല്ലാ പൂച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. റോസ് ഉണ്ടായിരുന്നു, ആന്തൂറിയം, യൂഫോർബിയ, ബോഗൺവില്ല, എല്ലാ ഇലച്ചെടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇലച്ചെടികളുടെ കളക്ഷൻ കൂടി വന്ന സമയത്ത് അതിൽ ഒരുപാട് ചെടികളായ അവസരത്തിലാണ് പൂച്ചെടികൾ ക്രമേണ കുറച്ച് കൊണ്ടുവന്നത്. അതിന് പരിപാലിക്കാൻ വെച്ചാൽ അതിന് വെള്ളവും വെയിലും വളരെ അപൂർവമായിട്ട് കൊടുക്കാൻ അധികം പാടില്ല. വെള്ളം നമ്മൾ ദിവസം നനയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചെടി ഒന്നായിട്ട് ചീഞ്ഞു പോകും. മാസത്തിൽ ഒരു 2-3 പ്രാവശ്യം, നല്ല വേനൽക്കാലാണെങ്കിൽ തന്നെ മാസത്തിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ശരിക്കും നല്ലപോലെ നനച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ വളവും വളരെ കുറച്ച് മതി. അധികവും നമ്മൾ ചുവട് ഇളക്കി വളം ഇട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തണം. പിന്നെ എൻ്റെ അടുത്തുള്ള വെറൈറ്റിയാണ് കലാത്തിയ. അഗ്ലോണിമ നമുക്ക് ഇഷ്ടം വരുമ്പോൾ പൈസ കൊടുക്കാമെങ്കിൽ ഇഷ്ടം പോലെ കിട്ടാണ്ട്. പക്ഷേ കലാത്തിയ അങ്ങനെ കിട്ടാനില്ല. കലാത്തിയ റെയർ വെറൈറ്റി അടക്കം എൻ്റെ അടുത്ത് ഒരു 100-ലധികം വെറൈറ്റി പ്ലാന്റ്സ് കലാത്തിയുണ്ട്. അതൊക്കെ തിരുവനന്തപുരത്ത്, പിന്നെ ബാംഗ്ലൂർ, കൂർഗ്, ഇവിടെ ഈ വളർത്തുന്നവരുടെ അടുത്ത്, നേഴ്സറികളൊന്നും കലാത്തി അങ്ങനെ കിട്ടാനില്ല. അതൊക്കെ ഇതേമാതിരി ഹോബി ഈ ബ്രീഡേഴ്സ് വളർത്തുന്ന അവരുടെ അടുത്തൊക്കെ അവിടെ പോയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. പൂക്കളേക്കാൾ ഭംഗി ഇലച്ചെടികൾക്കുമുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഈ ശേഖരം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി MG റോഡിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് ഷോ ആരംഭിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്കായി ന്യൂവ നാച്ചുറൽ ഡയമണ്ട് കളക്ഷൻ ചടങ്ങിൽ അവതരിപ്പിച്ചു. 9 ദിവസം നീണ്ടുനിൽക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ ഓഗസ്റ്റ് 2-ന് അവസാനിക്കും. പ്രകൃതിയിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രീമിയം നാച്ചുറൽ ഡയമണ്ട് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ അന്താരാഷ്ട്ര ഡിസൈനുകളാണ് പുതിയ കളക്ഷന്റെ പ്രത്യേകത. നാച്ചുറൽ ഡയമണ്ടുകൾക്കൊപ്പം വിവിധ നിറത്തിലുള്ള ജെം സ്റ്റോണുകളും സെമി പ്രഷ്യസ് കല്ലുകളും ന്യൂവ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 14 കാരറ്റിലും 18 കാരറ്റിലും നിർമ്മിച്ച ആഭരണങ്ങൾ ലഭ്യമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വനിതകളുടെ ഭാരോദ്വഹനം 49 കിലോഗ്രാം മത്സരത്തിൽ മീരാഭായ് ചാനു ഇന്ന് മത്സരത്തിനിറങ്ങും. വൈകിട്ട് 5:30-ക്കാണ് ഫൈനൽ. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, നീന്തൽ, പുരുഷന്മാരുടെ റിലേ, ബൗൾസ് തുടങ്ങിയവയിലും ഇന്ത്യയ്ക്ക് ഇന്ന് മത്സരങ്ങളുണ്ട്. 12 സ്വർണവുമായി ഓസ്ട്രേലിയയാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്.